ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിക്കുന്നു. 3-ാമത്തെ അധ്യായം, പ്രഥമസ്കന്ധം, ആദ്യത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായമാണ്. ഇന്ന് നമ്മൾ ഈ ഒരു അധ്യായം ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതുവരെ എന്തൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് അവസാനത്തെ സെക്ഷൻ നോക്കാം. കാര്യം നമ്മൾ ഈ ഒരു അധ്യായം കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പോൾ ഈ അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷികൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ആദ്യത്തെ അധ്യായത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ പലതും അദ്ദേഹം പറഞ്ഞു തുടങ്ങിയിരുന്നു 2-ാമത്തെ അധ്യായത്തിൽ. 3-ാമത്തെ അധ്യായത്തിലെത്തിയപ്പോൾ അടുത്ത, അതായത് ചോദ്യം നമ്പർ 4ൻ്റെ ഉത്തരം പറയുകയാണ് ചെയ്യുന്നത്. ചോദ്യം, അതായത് പുരുഷാവതാരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, പക്ഷേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് ഇവിടെ 3-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. 2-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം, 30, 31, 32, 33 4 ശ്ലോകങ്ങളിലായിട്ട് പുരുഷാവതാരങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ സൂത ഗോസ്വാമി പറയുന്നുണ്ട്. എന്നാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസാണ് 3-ാമത്തെ അധ്യായത്തിലെ തുടക്കത്തിൽ ആദ്യത്തെ 5 ശ്ലോകങ്ങളിൽ പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. കാരണോദകശായ വിഷ്ണുവിനെ കുറിച്ച് പറയുന്നു. ഗർഭോദകശായ വിഷ്ണു, അതായത് ബ്രഹ്മാണ്ടങ്ങളിലേക്ക് കാരണോദകശായ വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. അതേപോലെ ഗർഭോദകശായ വിഷ്ണു ഓരോ ബ്രഹ്മാണ്ടങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഇനി അതിനുശേഷമുള്ള എക്സ്പാൻഷനാണ് ക്ഷീരോദകശായ വിഷ്ണു ഓരോ പരമാത്മാവിലും അല്ലെങ്കിൽ ഓരോ ചരാചരങ്ങളിലും ഉണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നീട് സൂത ഗോസ്വാമി ശൗനകാദി ഋഷിമാരുടെ അടുത്ത ചോദ്യമായിട്ടുള്ള 5-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുകയാണ് ചെയ്യുന്നത്. അതായത് ഭഗവാന്റെ ലീലാ അവതാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു ചോദ്യം. അതിനുള്ള ഉത്തരങ്ങളാണ് 6-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ 27-ാമത്തെ ശ്ലോകം വരെ കണ്ടത്. 5-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 22 അവതാരങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. കുമാരന്മാർ, അതേപോലെ വരാഹാവതാരം, നാരദമുനി, നരനാരായണ ഋഷി, കപിലമുനി, ദത്താത്രേയ, യജ്ഞ, ഋഷഭദേവ്, പൃഥു മഹാരാജ്, മത്സ്യ അവതാരം, കൂർമ്മ അവതാരം, ധന്വന്തരി അവതാരം, മോഹിനിമൂർത്തി, നരസിംഹ, പിന്നീട് വാമന, ഭൃഗുപതി, അതായത് പരശുരാമൻ, വ്യാസദേവൻ, ശ്രീരാമൻ, ബലരാമൻ, കൃഷ്ണൻ, ബുദ്ധൻ, കൽക്കി. ഇങ്ങനെയാണ് 22 അവതാരങ്ങൾ പറയുന്നത്. അതിനുശേഷം സൂത ഗോസ്വാമി പറയുന്നു, ഇത്രയും ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു. 22 അവതാരങ്ങളല്ല ഭഗവാനുള്ളത്, അസംഖ്യം അവതാരങ്ങളുണ്ട്. അവതാര ഹി അസംഖ്യേന ഹരേ സത്വ അതിനേർദ്വിജ. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അവതാര ഹി അസംഖ്യേയ ഹരേർ സത്വനിധേർ ധ്വജ. അപ്പോൾ അതായത് അസംഖ്യ അവതാരങ്ങളാണുള്ളത്. അതിനുശേഷം സൂത ഗോസ്വാമി പറയുന്നു, വിഭൂതികളെ കുറിച്ച് പറയുന്നു. 27-ാമത്തെ ശ്ലോകത്തിൽ അതായത് ഋഷിമാരും മനു, മറ്റുള്ള ദേവതമാർ, ഇവരെല്ലാവരും പ്രജാപതിമാർ, ഇവരൊക്കെ വിഭൂതി ശക്തികളാണ്. വിഭൂതികൾ എന്ന് പറഞ്ഞാൽ അതായത് ഭഗവാന്റെ തന്നെ ശക്തിയാവേശ അവതാരമാണ്. എന്നാൽ ഭഗവത് ആവേശമല്ല. ഇവർ സെക്കൻഡറി, അടുത്ത ലെവലാണ്. അതായത് അവർ ഭഗവത് ആവേശം എന്ന് പറയാൻ സാധിക്കില്ല, ജീവതത്വങ്ങളാണ്. എന്നാൽ അവരിലും ഭഗവാൻ ശക്തി സഞ്ചരിപ്പിക്കുന്നു. അങ്ങനെയുള്ളവരെ വിഭൂതികൾ എന്ന് വിളിക്കുന്നു. അതിനുശേഷം, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ശിലസൂത ഗോസ്വാമി പറയുന്നു, പരിഭാഷാസൂത്രം പറയുന്നു. ഏതേ ചാംശ കലാപുംസഹ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മിടയന്തി യുഗേ യുഗേ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഭഗവാൻ കൃഷ്ണനാണ് അവതാരി പുരുഷൻ. എല്ലാ അവതാരങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ട് പറയുന്നു. ഇത്രയും അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവസാനത്തെ കൺക്ലൂഷനാണ് ഇതിനു മുകളിൽ പറഞ്ഞ എല്ലാ അവതാരങ്ങളും ഭഗവാനിൽ നിന്നാണ് വരുന്നത്. എല്ലാവരുടെയും ഉറവിടം, സോഴ്സ് എന്ന് പറയുന്നത് സ്വയം ഭഗവാനായിട്ടുള്ള കൃഷ്ണനാണ് എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം സൂത ഗോസ്വാമി പറയുന്നു ഫലശ്രുതിയെക്കുറിച്ച്. അതായത് ഈ ഒരു ലീലകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള
ജന്മത്തെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീലകളെക്കുറിച്ചൊക്കെ ആരാണോ നിരന്തരം വായിക്കുന്നത്, കേൾക്കുന്നത്, അവർക്ക് ലോകത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള എന്താ പറയുക മിസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖങ്ങൾ അല്ലെങ്കിൽ ക്ലേശങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അങ്ങനെ പറഞ്ഞു. പിന്നീട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത് വിരാട്ട രൂപത്തെക്കുറിച്ച്. ഭഗവാന്റെ ആ ഒരു വിരാട്ട രൂപം, അതായത് ഈ അവതാരങ്ങളിലൊന്നും പെടില്ല, 22 അവതാരങ്ങൾ അല്ലെങ്കിൽ ആ ഭഗവാന്റെ അവതാരമായിട്ട് പറയുന്നതല്ല വിരാട്ട രൂപം, എന്നാൽ അതൊരു ആവിഷ്കാരമാണ്. നമ്മൾ പറഞ്ഞു ഭൗതിക ലോകത്തെ കാണിക്കുവാൻ വേണ്ടി, അതായത് അവതാരങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആളുകൾക്ക് തൊട്ട് താഴെ, അതായത് അറ്റ്ലീസ്റ്റ് ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഭഗവാന്റേതാണ് എന്നുള്ളത് അങ്ങനെയെങ്കിലും ആളുകൾക്ക് ആ ഒരു ബോധമെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവർക്ക് ഈ വിരാട്ട രൂപം പോലുള്ള ഈ വിശ്വരൂപമാണ് അവർ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ അവർ ഭഗവാനെ കാണുന്നതും അങ്ങനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ ഇവിടെ സൂത ഗോസ്വാമി പറഞ്ഞു. ഇനി അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഭഗവാനെക്കുറിച്ച് അതായത് അറിവുള്ളവർ വർണ്ണിക്കുന്നത്, അതേപോലെ ഭഗവാന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അറിവില്ലാത്തവർ എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത്, അവർക്കിതൊന്നും മനസ്സിലാവില്ല, ഭഗവാന്റെ നാമം, രൂപം, ലീലകളൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അവരൊക്കെ ഇതൊരു ഡ്രാമ കളിക്കുന്ന ഒരു ഉദാഹരണം ആ ഒരു ശ്ലോകം നമ്മൾ കണ്ടു അല്ലേ. ഡ്രാമയിൽ പല മുദ്രകളും കാണിക്കും, അല്ലെങ്കിൽ പലതും സ്റ്റേജിൽ ആക്ടർ കാണിക്കും, പക്ഷെ ആ മുദ്രകൾ അറിയാത്ത ഒരാൾക്ക് ഇതൊക്കെ എന്തോ നടക്കുന്ന പോലെ തോന്നും. അതേപോലെ അറിവില്ലാത്ത ആളുകൾക്ക് ഇതെല്ലാം എന്തോ ആണെന്ന് തോന്നും, അവർക്കിത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ഇന്നലെ ഭഗവാന്റെ ക്വാളിറ്റികളെക്കുറിച്ച് പറഞ്ഞു. അമോഘ ലീല, അതേപോലെ സൃഷ്ടി, സംഹാരം, പരിപാലനം ചെയ്യുന്നു, എന്നാൽ അതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. മാത്രമല്ല പരമാത്മാവായിട്ടല്ല, എടുത്തുകൊണ്ട് പിന്നെ പറഞ്ഞു ആത്മതന്ത്ര, അതായത് അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലെങ്കിൽ സ്വതന്ത്രനാണ്. അതുപോലെ ഷഡൈശ്വര്യങ്ങളുള്ള വ്യക്തിയാണ് ഭഗവാൻ. അതേപോലെ ഷഡ് ഗുണേശഃ, ഗുണ ഈശ, അതായത് ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസസ് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഈശ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ കൺട്രോളർ അല്ലെങ്കിൽ മാസ്റ്റർ എന്നുള്ളൊരു അർത്ഥം കൂടെ അവിടെ വരുന്നു. അപ്പോൾ 6 ക്വാളിറ്റീസ് നമ്മൾ അവിടെ കണ്ടു. പിന്നീട് നമ്മൾ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭക്തിയുത സേവനങ്ങളിലൂടെ മാത്രമാണ്. ഭക്തിയിലൂടെ മാത്രമാണ് നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭജേത തത്പാദ സരോജഗന്ധം. അപ്പോൾ ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലാതെ ആർക്കും ഭഗവാനെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം സൂത ഗോസ്വാമി ശൗനകാദി ഋഷികളെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ അതിമനോഹരമാണ്, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ. കാര്യം ചോദ്യങ്ങളെല്ലാം തന്നെ ഉത്തമ ശ്ലോകം, ഭഗവാനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വാസുദേവനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്ക് അതീന്ദ്രിയമായിട്ടുള്ള ആ പ്രേമം, കൃഷ്ണപ്രേമത്തെ വളർത്തുന്നു. എല്ലാവരെയും അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്നവരും കേൾക്കുന്നവരും, അല്ലെങ്കിൽ ഉത്തരവും ചോദ്യത്തിൻ്റെ ചോദ്യവും അല്ലെങ്കിൽ ചോദ്യവും ഉത്തരവും എല്ലാം, ചോദ്യം ആൻഡ് ഉത്തരം, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ രണ്ടും വളരെ അത്ഭുതമായിട്ടുള്ള ശക്തിയാണ് ഉള്ളത്. ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന ആ ഒരു ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അത്ര ശക്തിയുണ്ട്. മാത്രമല്ല പ്രേമം, അതീന്ദ്രിയ തലത്തിലുള്ള കൃഷ്ണപ്രേമത്തെ പോലും അല്ലെങ്കിൽ അതുപോലും ജനിക്കുന്നു, അല്ലെങ്കിൽ അതുപോലും ഉത്ഭവിക്കുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അത്രമാത്രം ശ്രേഷ്ഠമാണ് നിങ്ങളുടെ ചോദ്യം. ഇങ്ങനെ പറഞ്ഞ് സൂത ഗോസ്വാമി അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അവസാനത്തെ ശ്ലോകം നമ്മൾ പഠിച്ചത് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം അല്ലേ. ഇന്നലെ നമ്മൾ തുടങ്ങി 40ാമത്തെ ശ്ലോകം, 40 മുതൽ 44 വരെ ഈ അധ്യായം അവസാനിക്കുന്നവരെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യമാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു ഭാഗവതം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതം ബ്രഹ്മസംഹിതം, ഭഗവാന്റെ അവതാരമാണ്. ഭഗവാന്റെ അവതാരം തന്നെയാണ് ശ്രീമദ് ഭാഗവതം. ഭഗവാനും ഭാഗവതം തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഭഗവാന്റെ ഗ്രന്ഥ അവതാരമാണ് ശ്രീമദ് ഭാഗവതം. ഉത്തമ ശ്ലോകചരിതം, ഭാഗവതത്തിൽ എന്താണ് ഉള്ളത്? ഭഗവാനെക്കുറിച്ചുള്ള ഉത്തമ ശ്ലോക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ചരിതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലീലകളാണ്, ആക്ടിവിറ്റീസാണ് ഈ ഭാഗവതത്തിൽ ഉള്ളത്.
ഇനി ഇതാരാണ് എഴുതിയിട്ടുള്ളത്? ചകാര ഭഗവാൻ ഋഷിഹി. എഴുതിയിട്ടുള്ളത് നമ്മുടെ ശ്രീല വ്യാസദേവനാണ് എഴുതിയിട്ടുള്ളത്. ഭഗവാൻ ഋഷിഹി എന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഇനി എന്തിനാണത് എഴുതിയിട്ടുള്ളത്? നിശ്രേയസായ ലോകസ്യ, എല്ലാ ആളുകൾക്കും ഗുണകരമായിട്ടുള്ളത്, അല്ലെങ്കിൽ എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള, അൾട്ടിമേറ്റ്ലി എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. കാര്യം എല്ലാവരെയും ഈ ലോകത്തിൽ നിന്ന് ആ ലോകത്തിലേക്ക്, ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തിക്കുവാനുള്ള ശക്തിയുണ്ട് ശ്രീമദ് ഭാഗവതത്തിന്. ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ലീലകൾ കേൾക്കുമ്പോൾ, പറയുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ, ശ്രവണം കീർത്തനം ചെയ്യുമ്പോൾ അത്ര ശക്തിയാണുള്ളത്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ അവിടേക്ക് പോകാനുള്ള യോഗ്യതയാണ് നേടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ളത്. നിശ്രേയസായ ലോകസ്യ, ലോകസ്യ എല്ലാവർക്കും, ലോകത്തെ എല്ലാവർക്കും, ഭൗതിക ലോകത്തെ എല്ലാവർക്കും. ധന്യം സ്വസ്തി അയനം മഹത്. അത് ഭാഗവതത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ധന്യമാണ്, അതേപോലെ സ്വസ്തി അയനം, അതായത് ആനന്ദകരമാണ്, മഹത്കരമായിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഭാഗവതത്തെ ഇവിടെ സ്തുതിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 41-ാമത്തെ ശ്ലോകം നോക്കാം. അപ്പോൾ ഒരു ഓവർവ്യൂ ആയി ഞാനിന്ന്, അതായത് അവസാനം ഓവർവ്യൂ പറയുന്നതിന് വരെ ഇപ്പോൾ പറഞ്ഞത് അതിൻ്റെ കണക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു അധ്യായം മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു ഓവർവ്യൂ ആയിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ആ ഒരു ശ്ലോകത്തിൻ്റെ ആ ഒരു ഫ്ലോ മനസ്സിലാവുന്നു, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അത് മനസ്സിലാക്കിയാൽ നല്ലതാണ്. 41-ാമത്തെ ശ്ലോകം. തദ് ഇദം ഗ്രാഹയാം ആസ സുതം ആത്മാവതാം വരം സർവവേതിഹാസാനാം സാരം സാരം സമുദ്രതം. രാധാകൃഷ്ണൻ പ്രഭു ഉണ്ടോ? ഓക്കെ. കലാ മാതാജി ഉണ്ടോ? ഓക്കെ. ജ്ഞാനാംബിക മാതാജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. തദിദം രാഘയാമാസ സൂതമാന്മവതാംബരം സർവവേദാദിഹാസാനം സാരം സാരം സമുദ്രതം. വിവർത്തനം കൂടെ വായിക്കട്ടെ പ്രഭു. വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുവാദ് കീജയ്. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരിൽ പ്രമുഖനും അഭിവന്ദ്യനുമായ തന്റെ പുത്രന് ശ്രീ വ്യാസദേവൻ സർവ വേദസാഹിത്യങ്ങളുടെയും പ്രപഞ്ച ചരിത്രങ്ങളുടെയും സാരാംശം പകർന്നു നൽകി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു വ്യാസദേവൻ ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സാരം, സർവ വേദേതി ഹാസാനാം സാരം സാരം സമൃദ്ധത്വം. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാസദേവൻ സർവ്വവേദങ്ങളുടെയും എസെൻസ് ആയിട്ടുള്ള, ക്രീം ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും അതിൻ്റെ സാരം, അത് കടഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന, അതിൽ നിന്ന് കിട്ടുന്ന സാരം, എല്ലാ വേദങ്ങളും കടഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ്? സാരം. സാരം സാരം സമൃദ്ധത്വം. അത് ശുകദേവ് ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഭാഗവതം ശുകദേവ് ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. എന്നാൽ അതേപോലെ തന്നെ ഈ ഭാഗവതത്തിനെ കുറിച്ച് പറയുന്നു ആത്മവതാം വരം. അതായത് ഈ സുഖദേവ് ഗോസ്വാമിയെ കുറിച്ച് പറയുകയാണ്. സുഖദേവ് ഗോസ്വാമിയുടെ ഒരു ക്വാളിറ്റി പറയുകയാണ്, ആത്മവതാം വരം. വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി, അതായത് ആത്മസാക്ഷാത്കാരം നേടിയവരിൽ വെച്ച് ഏറ്റവും വരിഷ്ഠനായിട്ടുള്ള വ്യക്തി എന്നാണ് പറയുന്നത്. ഇപ്പോൾ നട്ടവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസിൽ ഏറ്റവും കേമൻ അല്ലേ? ഇപ്പോൾ ഭഗവാന്റെ ഒരു പേരാണ് നട്ടവര വപുഹു കർണയോ കർണികാരം ബിഭ്രദ്വാസ കനക കപിഷം വൈജയന്തിം ചമാലാം. ദശമസ്കന്ധത്തിൽ വരുന്നതാണോ നട്ടവര എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ആത്മവതാം വരം. ഇപ്പോൾ സാക്ഷാത്കാരം നേടിയിട്ടുള്ളവർ, അവരിൽ വെച്ച് വരം ഏറ്റവും വരിഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് ആര്? ശുകദേവ് ഗോസ്വാമി. ആ ശുകദേവ് ഗോസ്വാമിക്കാണ് വ്യാസദേവൻ ഭാഗവതം പറഞ്ഞു കൊടുത്തത്.
ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഇതിനെ കുറച്ചുകൂടെ, അതായത് ഇവിടെ ഡയറക്റ്റ്ലി ക്രീം എന്ന് അതായത് സാരം എന്നാണ് എഴുതിയിട്ടുള്ളത്. ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ സാരം അല്ലേ. അപ്പോൾ സാരം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ വേണമെങ്കിൽ എസെൻസ് അല്ലെങ്കിൽ ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിൽ നിന്ന് കിട്ടുന്ന ക്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? തൈരിൽ നിന്ന് പാല് തൈരായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് വെണ്ണയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ക്രീം അല്ലേ. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ആക്ച്വലി അതിനെക്കുറിച്ച് ഭംഗിയായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കമൻട്രിയിൽ. അദ്ദേഹം പറയുന്നു, വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം അദ്ദേഹം എന്താ ചെയ്യുന്നത്, അതായത് ഭാഗവതം എന്ന് പറയുന്നത് വേദങ്ങളുടെ സാരമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇത് വെണ്ണ പോലെയാണെന്ന് പറയുന്നു. അതായത് എങ്ങനെയാണോ നമ്മൾ തൈര് കടഞ്ഞ് അതിൽ നിന്ന് വെണ്ണ ഉണ്ടാവുന്നത്, ആ വെണ്ണ അദ്ദേഹം വളരെ എങ്ങനെയാണ് കൊടുത്തതെന്ന് പറയുന്നത്, വളരെ സ്നേഹത്തോട് കൂടിയിട്ട്, വളരെ ആ വാത്സല്യത്തോട് കൂടിയിട്ട് എങ്ങനെയാണ് പറയുന്നത്, അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ മകനാണ്, ആ വാത്സല്യത്തോട് കൂടിയിട്ട് ആ എല്ലാ വേദങ്ങളും കമ്പയർ ചെയ്തിട്ടുള്ളത് വ്യാസദേവനാണ്. അതിൽ നിന്ന് എല്ലാം തന്നെ, അപ്പോൾ എല്ലാ വേദങ്ങളെയും നമുക്ക് വേണമെങ്കിൽ ഒരു ഇവിടെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്ന പോലെ തൈരായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, ആ തൈര് നമ്മൾ കടയുമ്പോൾ അതിൽ നിന്ന് വെണ്ണ വരുന്നു. ആ വെണ്ണയെടുത്ത് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹം വായിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ശുകദേവ് ഗോസ്വാമി അത് സ്വീകരിക്കുന്ന കാര്യം വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്, ആത്മാവതാംബരം അദ്ദേഹം വരിഷ്ഠനായിട്ടുള്ള ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ഒരു ഏറ്റവും ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിന് ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മകൻ്റെ വായിൽ വളരെ സ്നേഹത്തോടു കൂടി കൊടുക്കുന്നു. അദ്ദേഹം അത് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, വളരെ ആഗ്രഹത്തോടു കൂടിയിട്ട്, അല്ലെങ്കിൽ വളരെ അതിനോടുള്ള അഭിനിവേശം. അതായത് ഈ ഒരു വെണ്ണ ക്രീം കിട്ടുമ്പോൾ സന്തോഷമായി. അപ്പോൾ അത് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട്, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു എന്താ പറയുക, അത് കഴിക്കാനുള്ള ഒരു ആഗ്രഹം, അത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ കഴിക്കാനുള്ള ആഗ്രഹം, ആ ഒരു ഉള്ളിലൊരു ഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള രീതിയിലല്ല, ലൗല്യം രണ്ട് തരത്തിൽ നമ്മൾ പറയും. ലൗല്യം, ഭക്തിയിൽ നമുക്ക് ലൗല്യം വേണമെന്നുള്ളത് പറയും. അത് രാമാനന്ദറായി ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, പദ്യാവലി രൂപഗോസ്വാമി കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് തത്ര ലൗല്യം അപ്പി ഏകല മൂല്യം എന്ന് പറയുന്നുണ്ട്. അതായത് ഭക്തിയിൽ നമുക്ക് ആ ഭഗവാനോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റ് അങ്ങനെയായിരിക്കണം. അതായത് ഇതില്ലാതെ പറ്റില്ല, അതിനോടുള്ളൊരു നമ്മൾ പറയില്ല ആർത്തി അല്ലെങ്കിൽ അത്യാഗ്രഹം എന്ന് പറയില്ലേ, ആ ഒരു അത്യാഗ്രഹം നമുക്ക് ഉണ്ടാവണം ഭക്തിയിൽ. എന്നാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ അത്യാഗ്രഹം പാടില്ല. അവിടെ രൂപഗോസ്വാമി തന്നെ പറയുന്നുണ്ട്, അത്യാഹാര പ്രയാസശ്ച പ്രജൽപ്പോ നിയമാഗ്രഹ. അവിടെ പറയുന്നു അത്യാഹാരം പാടില്ല എന്നുള്ളത്. ജനസംഘശ്ച ലൗല്യം ച, അവിടെ ലൗല്യം എന്ന് പറയുന്നത് മോശമായി നെഗറ്റീവായിട്ടുള്ള കോണ്ടെക്സ്റ്റിലാണ്. അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ലൗല്യത പാടില്ല, എന്നാൽ ആത്മീയ തലത്തിലുള്ള കാര്യങ്ങളിൽ ലൗല്യത വേണം. അത് ഭക്തിയുടെ പുരോഗമനത്തിന് വേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ശുകദേവ് ഗോസ്വാമി സ്വീകരിക്കുകയാണ്. അദ്ദേഹം വളരെ അതായത് ലൗല്യത്തോടു കൂടി അതായത് ഇഷ്ടമായി അദ്ദേഹത്തിന്. അപ്പോൾ അത് വ്യാസദേവൻ കൊടുക്കുമ്പോൾ ആ വെണ്ണ അദ്ദേഹം കഴിക്കുന്നു. അതായത് ഭാഗവതമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ലൗല്യം തോന്നുന്നത്? ഇതിനോട് അല്ലെങ്കിൽ ആ ഒരു വെണ്ണയോട് കാര്യം അത്ര സ്വാദാണുള്ളത്, അത്രമാത്രം രുചിയാണുള്ളത്. അങ്ങനെ അദ്ദേഹം സ്വീകരിച്ചതിന് ശേഷമാണ് നമ്മൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ നിഗമകൽപ്പതരോർ ഗലിതം ഫലം ശുഖമുഖാത് അമൃത ദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. ഇങ്ങനെയാണ് ശുകദേവ് ഗോസ്വാമി കിട്ടുന്നത് പിന്നീട്. അപ്പോൾ അത്രയും ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ആ ടേസ്റ്റ് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അത് വളരെ ആഗ്രഹത്തോടു കൂടി ലൗല്യത്തോടു കൂടി അത് സ്വീകരിച്ചു അച്ഛനിൽ നിന്ന്. അച്ഛനത് കൊടുത്തു, വേണ്ടത് വായിൽ കൊടുത്തു. സ്വീകരിച്ചപ്പോൾ പിന്നീട് ശുകദേവ് ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് അത് ഒന്നും കൂടെ ശുകദേവ് ഗോസ്വാമിയും കൂടെ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഭാഗവതം, അപ്പോൾ ആ വെണ്ണയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടി. തത്ത കഴിക്കുന്ന ആ ഫ്രൂട്ട് അല്ലെങ്കിൽ പഴത്തിൻ്റെ രുചി കൂടും അല്ലെങ്കിൽ മധുരം കൂടും എന്ന് പറയുന്ന പോലെ ഇവിടെ വ്യാസദേവൻ ഭാഗവതം അദ്ദേഹത്തിന് കൊടുത്തു. വെണ്ണ പോലെ ഉള്ള ഭാഗവതം, തൈര് കടഞ്ഞ വെണ്ണ കൊടുക്കുന്ന പോലെ കൊടുത്തു. വളരെ രുചിയുള്ളതാണ്. അതുകൊണ്ട് വളരെ ലൗല്യത്തോടു കൂടി ശുകദേവ് ഗോസ്വാമി സ്വീകരിച്ചു.
അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്വാദ് അത്രയും സ്വാദുണ്ട്. അത് അദ്ദേഹം രുചിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാണ്. അങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവിന് അദ്ദേഹം കൊടുക്കുന്നത്. ആ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും ശ്രീമദ് ഭാഗവതം കിട്ടി. മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ്. ശ്രീല പ്രഭുപാദി ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇതെല്ലാം അതായത് ശ്രീമദ് ഭാഗവതത്തിൽ പുരാണങ്ങളിലും മഹാഭാരതത്തിലുമൊക്കെ ആക്ച്വലി അതായത് ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത്. ഇതൊന്നും കെട്ടുകഥകളല്ല. ഇതെല്ലാം വെറുതെ കഥ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും ഇതൊക്കെ സ്റ്റോറി എന്നുള്ള രീതിയിലല്ല എടുക്കേണ്ടത്. ചരിത്രമാണ്, നടന്നിട്ടുള്ള സംഭവമാണ്. ഇതാരും വെറുതെ നോവൽ എഴുതുന്ന പോലെ അല്ലെങ്കിൽ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ എഴുതിയിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് കഥ എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇതെല്ലാം ചരിത്രങ്ങളാണ്. അപ്പോൾ ഇത് ഇമാജിനറി സംഭവങ്ങളല്ല ഈ ലീലകളെല്ലാം. അപ്പോൾ പ്രഭുപാദ് അത് പറയുന്നുണ്ട്. അതാണ് പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ എടുത്തു പറയുന്ന കാര്യം. ഇതിൽ പറയുന്നതെല്ലാം നമ്മൾ ഫാക്ച്വലായിട്ട് അല്ലെങ്കിൽ ആക്ച്വലി നടന്നിട്ടുള്ള കാര്യങ്ങളാണ് വ്യാസദേവൻ ഇവിടെ പുരാണങ്ങളിലും മഹാഭാരതത്തിലുമൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അതിൻ്റെ അത്രമാത്രം മഹാത്മ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളത് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ചരിത്രം സാധാരണ ചരിത്രം പോലെയല്ല. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പല ചരിത്രവും പഠിച്ചിട്ടുണ്ടാവും. ഇന്ത്യയെക്കുറിച്ച് ഉള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കൂ, അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രയോജനവുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ എവിടെയായിരുന്നു നമുക്കറിയില്ല. ഇനി വരാൻ പോകുന്ന ജന്മത്തിൽ നമ്മൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. ഒരുപാട് ഹിസ്റ്ററിയിൽ നമ്മൾ ചരിത്രത്തിൽ സ്കൂളിലും പഠിച്ചിട്ടുണ്ടാവും. പല വ്യക്തികളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. പല പൊളിറ്റീഷ്യൻസിനെ കുറിച്ചും ഫ്രീഡം ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ സഹായിച്ചിട്ടുള്ള ആളുകളെക്കുറിച്ചും അങ്ങനെ ഒരുപാട് ആളുകളെക്കുറിച്ച്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ അതിനു പകരം നമ്മൾ ഇതേപോലെ ആചാര്യന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് രൂപ ഗോസ്വാമിയെക്കുറിച്ച്, സനാതൻ ഗോസ്വാമിയെക്കുറിച്ച്, അല്ലെങ്കിൽ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിനെ കുറിച്ച്, ഇതേപോലെ പുരാണങ്ങളിലുള്ള വ്യക്തികളും അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മുമ്പ് വന്നിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിനെയും പാർഷദരെ കുറിച്ചൊക്കെ, അതൊക്കെയാണ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ എത്രയോ നമ്മൾ എവിടെയോ എത്തിയേനെ ഇപ്പോൾ. കാര്യം അത് ശാശ്വതമായിട്ടുള്ളൊരു പഠനമാണ്. കാര്യം നമ്മൾ പഠിക്കുന്നത് സാധാരണ ആളുകളെക്കുറിച്ചല്ല, പരിശുദ്ധ ഭക്തരെ കുറിച്ചാണ്, അല്ലേ? അപ്പോൾ അവിടെ ഭക്തി എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മളത് ഹിന്ദു സമുദായത്തിന് മാത്രമുള്ളതാണ് അങ്ങനെയല്ല. ഇപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ ഹിസ്റ്ററിയിൽ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഭഗവാനായിട്ടല്ല പറയുന്നത്, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പുരുഷനായിട്ട് പറയുന്നു. സങ്കീർത്തന ആന്തോളനം കൊണ്ട് പ്രചരിപ്പിച്ച ഒരു മഹാസാധു അല്ലെങ്കിൽ സന്യാസി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മുടെ ഉള്ളിൽ അന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. അതുപോലെ രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയുടെ ചരിത്രം നോക്കുവാണെങ്കിൽ എത്ര മനോഹരമാണ് അവരുടെ ചരിത്രം, എത്ര മനോഹരമാണ്. അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ അതിമനോഹരമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിയായിട്ടുള്ള എന്താ പറയുക, ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ശാസ്ത്രങ്ങളിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മഹാഭാരതത്തിലെ കുറച്ച് സെക്ഷൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കുറച്ചും കൂടെ അല്ല ഒരുപാട് മുന്നോട്ട് പോയേനെ. കാര്യം ആ പഠനങ്ങളൊക്കെ ശാശ്വതമായിട്ടുള്ള പഠനങ്ങളായിരിക്കും. അതാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്, ഇത് വെറും ചരിത്രങ്ങളല്ല, ഈ ചരിത്രങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചരിത്രമെല്ലാം തന്നെ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് സർവശ്രേഷ്ഠമാണ് ഈ ചരിത്രങ്ങൾ. സാധാരണ എന്തെങ്കിലും ചരിത്രം പോലെയല്ല എന്നുള്ളത് പ്രഭുപാദ് ഇവിടെ എടുത്തു പറയുന്നു. പിന്നീട് അദ്ദേഹം ശുകദേവ് ഗോസ്വാമി, നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞു, ശുകദേവ് ഗോസ്വാമിക്ക് ശ്രീമദ് ഭാഗവതം അതായത് തൈര് കടഞ്ഞ വെണ്ണ കൊടുത്തു എന്നുള്ളത്. എന്നാൽ ആ ഭാഗവതത്തെ ശുകദേവ് ഗോസ്വാമി നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ നമുക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയിൽ, അതായത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം ഭാഗവതം പ്രസൻറ്റ് ചെയ്യുന്നതും. ആ ശുകദേവ് ഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജാവിനോട് പറഞ്ഞിട്ടുള്ള അതേ ശ്ലോകങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് വായിക്കുന്നതും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
ഓ സോറി, വീഡിയോ ഓഫായത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഹരേ കൃഷ്ണ. ഭഗവാനെ നല്ലോണം കണ്ടു പ്രഭു, നല്ലതായിട്ട് കണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഭഗവാനെ കണ്ടുകൊണ്ട് ഭാഗവതം കേൾക്കാം, എന്നെ കാണേണ്ട ആവശ്യമില്ല. ഹരേ കൃഷ്ണ. അല്ലല്ല, പ്രഭുവിനെ കണ്ട് കേൾക്കുന്നതാ നല്ലത്. കൃഷ്ണ. ഓക്കെ, വീഡിയോ വേണം പ്രഭു, വീഡിയോ വേണം. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു ആക്ച്വലി, ഞാൻ ഭാഗവതം മുമ്പിലുള്ള കാരണം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ശ്രീമദ് ഭാഗവതം ശുകദേവ് ഗോസ്വാമിയെ പോലുള്ള അങ്ങനെയുള്ള ശുകദേവ് ഗോസ്വാമിയെ പോലുള്ള ആ പരിശുദ്ധ ഭക്തനിൽ നിന്ന് കേൾക്കുമ്പോഴാണ് അതിനൊരു എഫക്റ്റ് ഉള്ളത് ആക്ച്വലി. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അത് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലാണ് ശുകദേവ് ഗോസ്വാമി പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ശുകദേവ് ഗോസ്വാമിയുടെ ക്വാളിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ആത്മമതാംബരം, ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ളതിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഭുപാദം എടുത്തു പറയുന്നു, നമ്മൾ ഭാഗവതം കേൾക്കുന്നതും പഠിക്കുന്നതൊക്കെ അങ്ങനെയുള്ള ആളുകളിൽ നിന്നായിരിക്കണം. അതായത് കലർപ്പില്ലാതെ എന്താണോ ശരിക്കും വ്യാസദേവൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഭാഗവതത്തിൽ, അതേപോലെ എന്താണോ ശരിക്കും ശുകദേവ് ഗോസ്വാമി പറഞ്ഞിട്ടുള്ളത് പരീക്ഷിത് മഹാരാജാനോട്, അല്ലെങ്കിൽ ഏത് ഭാവത്തിലാണോ പറഞ്ഞിട്ടുള്ളത് ആ ഭാവം തന്നെ ആയിരിക്കണം നമ്മുടെ ഉള്ളിലേക്കും കയറേണ്ടത്. അല്ലാതെ അതിനകത്ത് ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേറെ ഹിഡൻ അജണ്ട. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ അവസാന ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു, ഭാഗവതം ഒരു ബിസിനസ്സായിട്ടോ ഉപജീവന മാർഗമായിട്ടോ എടുക്കേണ്ട കാര്യമല്ല. ഇത് ഭാഗവതം അങ്ങനെയല്ല, ഇത് നമ്മുടെ ഒരു പ്രൊഫഷനല്ല. ഇത് ഭാഗവതം പറയുന്നു, പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, സപ്താഹങ്ങൾ ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ അതുകൊണ്ട് നമ്മൾ ദക്ഷിണയും ഫീസും തമ്മിൽ വ്യത്യാസമുണ്ട്. ദക്ഷിണ എന്ന് പറയുമ്പോൾ ഒരു ബ്രാഹ്മണന് മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ്, ആരാണോ ദാനം കൊടുക്കുന്നത് അവർ. അപ്പോൾ അതിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഇല്ല. എത്രയാണോ നമുക്ക് ഉള്ളത്, എത്രയാണോ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി, അത് അവർ കൊടുക്കുന്നു. അത് 100 ആയാലും 1000 ആയാലും 16 ആയാലും 1 രൂപയായാലും ബ്രാഹ്മണരെ സംബന്ധിച്ച് വ്യത്യാസം തോന്നാൻ പാടില്ല. ഇയാൾ 1 രൂപയെ തന്നുള്ളൂ, 2 രൂപയെ തന്നുള്ളൂ, അല്ലെങ്കിൽ 100 തന്നുള്ളൂ, അങ്ങനെ നമുക്ക് തോന്നുവാണെങ്കിൽ അത് ശരിയല്ല. ദാനം കൊടുക്കുന്ന ആൾക്കാരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർ കൊടുക്കുന്നു. സ്വീകരിക്കുന്ന ആ വ്യക്തി അത് എന്താണോ കിട്ടുന്നത് അത് സ്വീകരിക്കണം, അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ബ്രാഹ്മണനാണെങ്കിൽ ദാനം സ്വീകരിക്കാനുള്ള അർഹതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമല്ല പറയുന്നത്. നേരെ മറിച്ച് ഇത്രയും ചെയ്യണമെങ്കിൽ 1 ലക്ഷമാണ് 7 ദിവസം, അല്ലെങ്കിൽ 3 ദിവസത്തെ ക്ലാസ്സിന് 50,000 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേറ്റൊക്കെ ഇതൊക്കെ പ്രൊഫഷണലായിട്ടുള്ളൊരു ഭാഗവതത്തെ കച്ചവടം ചെയ്യുന്ന പോലെയാണ് ശരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് നമ്മുടെ ആചാര്യന്മാർ പ്രഭുപാദ് പറയുന്നു. കാര്യം അവിടെ ഭാഗവതം പറയുന്ന ആചാര്യൻ അവരുടെ ഉള്ളിലുള്ള ഉദ്ദേശം ഇതേപോലെ അജണ്ട എന്താണ്, പൈസയാണ് അവരുടെ. പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനൊരു സംഭവം അവിടെ നടക്കില്ല. അപ്പോൾ അവർ ആ ഒരു പുറകിൽ അതിന് പൈസ ഉള്ളത് കൊണ്ട് പറയുന്ന ആ ഹരികഥ, ആ ഭാഗവതം ശുദ്ധമാവില്ല. കാര്യം ഭാഗവതം ഹൃദയത്തിൽ നിന്ന്, ഒരു പരിശുദ്ധ ഭക്തൻ്റെ ഹൃദയത്തിൽ നിന്ന്, ആചാര്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ് ശരിക്കും. അപ്പോൾ അതിൽ ഒരു പ്രതീക്ഷയും ഇല്ല, ഭഗവാന്റെ സന്തോഷം മാത്രം. ഞാൻ ചെയ്യുന്നത് പല കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, ഞാനിപ്പോൾ ഈ ഭാഗവതം പറയുന്നതോ പാരായണം ചെയ്യുന്നതോ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയും കൂട്ടത്തിൽ എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയും മാത്രമല്ല, കേൾക്കുന്ന ആളുകളുടെ അവരുടെ ശുദ്ധീകരണവും നടക്കുന്നു. അപ്പോൾ കേൾക്കുന്ന ആൾ ഭഗവാന്റെ സന്തോഷം, കേൾക്കുന്ന വൈഷ്ണവരുടെ സന്തോഷം, അവരുടെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു, പറയുന്ന ആളുടെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. ഇതാണ് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണെങ്കിൽ ഓക്കെ. പക്ഷേ അതല്ലാത്ത ഒരു ബിസിനസ് പോലെ ചെയ്യുന്നത്, അതാണ് പ്രഭുപാദ് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അതൊരു ഫാമിലി നമ്മുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല സ്ഥലങ്ങളിൽ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട് ഈ ഒരു കാര്യം. സനാതൻ ഗോസ്വാമിയും പറയുന്നുണ്ട്. ആക്ച്വലി സനാതൻ ഗോസ്വാമി പറയുന്നുണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ഇതിൽ ടീക്കയിൽ പറഞ്ഞിരുന്നുണ്ട്, അതായത് എങ്ങനെയാണോ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കേൾക്കുമ്പോൾ പറയുന്നത് ഇതാണ്, പാല് എന്ന് പറയുന്നത്
പ്രഭുപാദ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി അത് സനാതൻ ഗോസ്വാമിയുടെ എക്സ്പ്ലനേഷനാണ്. പാല് വളരെ ന്യൂട്രീഷൻ തരുന്ന സംഭവമാണ് അല്ലേ. എല്ലാവർക്കും ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് പാലിൽ ഒരുപാട് നല്ല ന്യൂട്രിയൻസ് ഉണ്ട്. എന്നാൽ അതേ പാല് അപ്പം നമുക്ക് നല്ല പാല് കുടിച്ചുവാണെങ്കിൽ, ശുദ്ധമായിട്ടുള്ള പാല് കുടിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, ബെനിഫിറ്റാണ് അല്ലേ. നേരെ മറിച്ച് അതേ ശുദ്ധമായിട്ടുള്ള പാല് തന്നെ ഒരു സർപ്പം വന്നിട്ടൊന്ന് നക്കിയാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി നമ്മൾ കുടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അതിൽ വിഷമുണ്ടാവും. അപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള എഫക്റ്റാണോ ഉണ്ടാക്കുന്നത്, നെഗറ്റീവായിട്ടുള്ള എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്? നെഗറ്റീവായിട്ടുള്ള എഫക്റ്റാണ്. ഈവൻ ചിലപ്പോൾ മരിച്ചു പോകും നമ്മൾ, ആ വിഷമുണ്ടെങ്കിൽ, അത്ര വിഷമുള്ള പാമ്പാണെങ്കിൽ. അപ്പോൾ അതേപോലെയാണ് ശ്രീമദ് ഭാഗവതം പരിശുദ്ധ ഭക്തനിൽ നിന്ന് വരുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ആ പാലിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റേതായിട്ടുള്ള എല്ലാ എഫക്ട്സും അതിന് ഉണ്ടാവും. നേരെ മറിച്ച് അതിൽ വിഷം അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും മായം കലർന്നിട്ടുണ്ടെങ്കിൽ, മായം കലരുമെന്ന് പറഞ്ഞെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പറയുന്ന ആ ഒരു ഉദ്ദേശശുദ്ധി ശരിയല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്നത് പാലായിരിക്കും, പക്ഷെ അതിൽ കുറച്ച് അതിൽ മായം കലർന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത് ശുദ്ധമല്ല. അപ്പോൾ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവില്ല, വിചാരിച്ച അത്ര ബെനിഫിറ്റ് ഇല്ല. എന്നാലും കൃഷ്ണൻ്റെ നാമവും ശ്ലോകവും ഒക്കെ കേൾക്കുന്നത് അതിന് ഒരു ചെറിയൊരു എഫക്റ്റ് ഉണ്ട്. പക്ഷേ ഒരു പരിവർത്തനം നമുക്ക് വേണമെങ്കിൽ എളുപ്പമല്ല. കാര്യം നമ്മൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഭഗവാൻ ആചാര്യൻ അല്ലെങ്കിൽ ആ ശുദ്ധഭക്തൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ പറയുന്നു, ഭാഗവതം തന്നെ പറയുന്നതാണ്, ഹൃദയത്തിലുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങളെ കഴുകിക്കൊണ്ട് അല്ലെങ്കിൽ തുടച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിലുള്ള ആ കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു ഇതുണ്ട്, ധൂലിയുണ്ട്, അതെല്ലാം തുടച്ച് അതിലൂടെ പുറത്തേക്ക് ശ്വാസത്തിലൂടെ. ഓക്കെ എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. എനിവേ, പ്രഭു പറയുന്നത് ഭഗവാൻ കേൾക്കാൻ വരുക. ഹരേ കൃഷ്ണ. യെസ്, അപ്പം നമ്മൾ പറഞ്ഞത് ഒരു ശുദ്ധ ഭക്തൻ ശ്രീമദ് ഭാഗവതം പറയുമ്പോൾ, അല്ലെങ്കിൽ ഭാഗവതം ആവട്ടെ ഹരികഥയാവട്ടെ കൃഷ്ണകഥ പറയുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരുടെ ഹൃദയത്തിലുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങളിലുള്ള ആ ചരണത്തിൽ, അതായത് ഭഗവാന്റെ തൃപ്പാദങ്ങളിലുള്ള കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു ധൂലിയുണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ. അത് കഴുകിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ തൊട്ടുകൊണ്ടാണ് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ കാറ്റോടുകൂടി, ലങ്സിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ എന്താണ് ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു വാക്കുകൾ അല്ലെങ്കിൽ അവർ പറയുന്ന വാണി ഭഗവാന്റെ തൃപ്പാദങ്ങൾ കഴുകിക്കൊണ്ട് ആ കുങ്കുമപ്പൂവും കൂടെ അതിൻ്റെ ഒരു എഫക്റ്റോട് കൂടിയിട്ടാണ് കഴുകിക്കൊണ്ടാണ് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ ആ തിരുമുഖത്തിൽ നിന്ന് ഭഗവാനെക്കുറിച്ച് പുറത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, അത് കേൾക്കുന്ന ആൾക്കാർക്ക് ഭഗവാന്റെ ഡയറക്റ്റായിട്ടുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങളിലുള്ള ആ ധൂലിയാണ് ഡയറക്റ്റ് കിട്ടുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റാണ് കിട്ടുന്നത്. ഇത് വെറുതെ ഭാഗവതം തന്നെ പറയുന്നതാണ്. പരിശുദ്ധ ഭക്തനിൽ നിന്ന് കേൾക്കുവാണെങ്കിൽ ഇതാണ് എഫക്റ്റ്. അതുകൊണ്ടാണ് ആളുകൾക്ക് പരിവർത്തനം ഉണ്ടാവുന്നത്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ പ്രഭുപാദിൻ്റെ ഭാവാർത്ഥം നമ്മൾ അതുകൊണ്ട് ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ പ്രഭുപാദിൻ്റെ ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിക്കുന്നതിൻ്റെ കാരണം തന്നെ അല്ലെങ്കിൽ നമ്മുടെ മഹാകൃപയാണ്. കാര്യം ശ്രീല പ്രഭുപാദ് ഒരു പരിശുദ്ധ ഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഭാവാർത്ഥങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും എല്ലാം നിസ്വാർത്ഥമായിട്ടുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരും ചൈതന്യ മഹാപ്രഭുവിനെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരും ഭക്തരായി മാറണം, ശുദ്ധ ഭക്തരായി മാറണം. കാര്യം ഈ ഒരു ആഗ്രഹമായിരുന്നു ചൈതന്യ മഹാപ്രഭുവിൻ്റെ. ചൈതന്യ മഹാപ്രഭു കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായി വന്ന് എല്ലാവർക്കും ഭാഗവതം ഹരകൃഷ്ണ മഹാമന്ത്രം കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു പരമ്പര പിന്തുടരുകയാണ് പിന്നീടുള്ള ആചാര്യന്മാർ, ശ്രീല പ്രഭുപാദ് അടക്കം. ഇപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു പരമ്പരയിലാണ്. നമ്മളെല്ലാവരും ചൈതന്യ ലീലയുടെ ബാക്കി പാത്രങ്ങളാണ്. 500 വർഷം മുമ്പ് മഹാപ്രഭു വന്നു ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ബാക്കിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്
ശീലപ്രഭാനെ പോലുള്ള പരിശുദ്ധനായിട്ടുള്ള ഭക്തൻ്റെ ഒരേ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ശുദ്ധമാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇത് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒന്ന് നോക്കൂ, എവിടെ എടുത്താലും ഏത് ഭാവാർത്ഥം വേണമെങ്കിൽ എടുത്തോളൂ. അതിൽ ഇപ്പോൾ ഭഗവത്ഗീത എടുത്തോളൂ, ഭഗവത്ഗീതയായാലും ഭാഗവതമാണെങ്കിലും ചൈതന്യ ചരിതാമൃതമാണെങ്കിലും പരിശുദ്ധ ഭക്തിയുടെ മാഹാത്മ്യം, ശുദ്ധഭക്തനെക്കുറിച്ചുള്ള കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം ഇൻസ്ട്രക്ഷൻ തരും, നമ്മളെല്ലാവരും ഭക്തിയുത സേവനങ്ങൾ ചെയ്യണം, നമ്മൾ നാമം ജപിക്കണം, ഭാഗവതം കേൾക്കണം, റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശശുദ്ധി ഉണ്ട്. അതായത് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, നമ്മളെല്ലാവരും നല്ല ഭക്തരായി കാണണം എന്നുള്ളത്. അല്ലാതെ അതിനകത്ത് വേറെ കളങ്കമില്ല. അതാണ് അതിൻ്റെ ശക്തി. അപ്പോൾ അങ്ങനെയുള്ള ഭക്തരിൽ നിന്നായിരിക്കണം കേൾക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി 42-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. സാതു സംശ്രവയാം ആസ മഹാരാജം പരീക്ഷിതം പ്രായോപവിഷ്ടം ഗംഗായാം പരീതം പരമാർഷിഭിഃ. ഓക്കെ, പ്രീത മാതാജി വായിച്ചോളൂ. പ്രീത മധു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 42. സതു സംശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം പ്രായോപവിഷ്ടം ഗംഗായാം പരീതം പരമർഷിഭിഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് ജയ്. വ്യാസദേവസുതനായ ശുകദേവ ഗോസ്വാമി തന്റെ ഊഴമായപ്പോൾ ഭക്ഷണപാനീയങ്ങൾ ഉൾക്കൊള്ളാതെ മരണം കാത്ത് ഋഷിമാരാൽ വലയം ചെയ്യപ്പെട്ട് ഗംഗാതീരത്ത് ഉപവിഷ്ടനായ പരീക്ഷിത മഹാരാജാവിന് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു. ഇവിടെ പറയുന്നു ശുകദേവ ഗോസ്വാമി, വ്യാസദേവൻ്റെ പുത്രൻ ശുകദേവ ഗോസ്വാമി, അങ്ങനെ അദ്ദേഹം കേട്ട ഭാഗവതം, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വെണ്ണ, സ്വാദിഷ്ടമായിട്ടുള്ള വെണ്ണ അദ്ദേഹം രുചിച്ചു, സ്വീകരിച്ചു, രുചിച്ചു. അതിനുശേഷം അദ്ദേഹം പരീക്ഷിത മഹാരാജാവിന് കൊടുക്കുവാണ്, പറഞ്ഞു കൊടുക്കുന്നു. പരീക്ഷിത് മഹാരാജാവ് ഇവിടെ പറയുന്നു ഗംഗാതീരത്ത് ഇരിക്കുന്നു. ശുകദേവ ഗോസ്വാമി വന്നു, അതിനുശേഷം അദ്ദേഹം ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നു. നമുക്കറിയാം ഈ ചരിത്രം ഇനി മുന്നോട്ട് നമ്മൾ കാണുന്നുണ്ട്, പഠിക്കും. പരീക്ഷിത് മഹാരാജാവിന് ശാപം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണും ഇനി മുന്നോട്ട് ഭാഗവതത്തിൽ. മാത്രമല്ല പരീക്ഷിത് മഹാരാജാവ് അവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കുന്നത് 7 ദിവസമാണ് അദ്ദേഹത്തിന് കിട്ടിയ സമയം. 7 ദിവസത്തിൽ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടുമില്ല. അത്രമാത്രം ശ്രദ്ധയോടുകൂടി ശുകദേവ ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് ഒരു കണ്ണ് ചിമ്മാതെ, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അദ്ദേഹം അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ശീല പ്രഭുപാദ് പറയുന്നു, ഇങ്ങനെയായിരിക്കണം, അതായത് പരീക്ഷിത് മഹാരാജാവിനെ പോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. കാര്യം അവസാന സമയത്ത് നമുക്ക് പരീക്ഷിത് മഹാരാജാവിനെ പോലെ ഒരു നോട്ടീസ് കിട്ടില്ല. പരീക്ഷിത് മഹാരാജാവിന് 7 ദിവസത്തെ നോട്ടീസ് കിട്ടി. പരീക്ഷിത് മഹാരാജാവ് അറിയാം 7-ാമത്തെ ദിവസം പോകും എന്നുള്ളത്. നമുക്ക് നോട്ടീസില്ല, എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അല്ലേ? അപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് അതിനുള്ള അവസരം കിട്ടി. മാത്രമല്ല അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു, വെറും കൗപീനം മാത്രം ഉടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ പോയിരിക്കുകയാണ്. ചക്രവർത്തിയായിരുന്നു, ലോകം മുഴുവനും ഭരിക്കുന്ന രാജാവായിരുന്നു, ചെറുപ്പമാണ്, എല്ലാം ഉപേക്ഷിച്ച് അപ്പം ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോലെയല്ല. നമ്മളാണെങ്കിൽ അപ്പോൾ എന്തെടുക്കണം, അല്ലെങ്കിൽ ഈ 7 ദിവസം എന്ത് ചെയ്യണം, ആളുകളെല്ലാം വിളിച്ചു, ഇനി നമ്മുടെ സ്വത്തുകളും എല്ലാം മറ്റുള്ളവർക്ക് എഴുതി വെക്കുക, ഒരുപാട് ടെൻഷൻസ് ആയിരിക്കും. ആ 7 ദിവസത്തിലെ 5 ദിവസം അങ്ങനെ പോകും. പിന്നെ ടെൻഷനായി, ഇനി അത് അവർ അങ്ങനെ ചെയ്യുമോ, അവർ മിസ്യൂസ് ചെയ്യുമോ, ശരിയായില്ലേ, ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുത്ത കാര്യം ശരിയായില്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭഗവാന്റെ നാമം ജപിക്കുവാനും ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കില്ല. പിന്നെ പേടിയും, അതിൻ്റെ കൂട്ടത്തിൽ പേടിയും ഉണ്ടാവും. എന്നാൽ പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹം നിർഭയ, അദ്ദേഹം ഭയവുമില്ല, ഒരാഗ്രഹവുമില്ല, പൂർണ്ണമായിട്ടും അദ്ദേഹം ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ശുകദേവ ഗോസ്വാമിയിൽ നിന്ന് അദ്ദേഹം ഭാഗവതം കേൾക്കുന്നു. ശീലപ്രഭുപാദ് പറയുന്നത് ഇതാണ് ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്നത്. അവസാന സമയത്ത് നമ്മൾ ഭഗവാന്റെ നാമമോ ഭഗവാനെക്കുറിച്ചോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. നാമം കേൾക്കുകയോ കീർത്തനം കേൾക്കുകയോ, ഇതാണ്, അങ്ങനെയുള്ളൊരു മരണമാണ്
ശ്രേഷ്ഠമായിട്ടുള്ളൊരു മരണം. അപ്പോൾ ഭഗവാന് കൃപയുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഭക്തർക്ക് കിട്ടും. ഇനി അത് കിട്ടാതെ ചില പരിശുദ്ധ ഭക്തർ ആക്സിഡൻറ്റിൽ മരിക്കുന്നുണ്ട്, ചില പരിശുദ്ധ ഭക്തർ അല്ലാതെ മരിക്കുന്നുണ്ട്. അവരുടെ മരണം ചിലപ്പോൾ അങ്ങനെ ആക്സിഡൻ്റലി ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, അവർ ഭഗവാന്റെ അടുത്ത് പോയില്ലേ എന്നുള്ളത്. ഒരു പ്രശ്നവുമില്ല. അവർ നല്ല രീതിയിൽ ഭക്തി സേവനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നോക്കിക്കോളും. അവർക്ക് അവസാന സമയത്ത് ഭാഗവതം കേൾക്കാൻ പറ്റിയില്ല, കീർത്തനം കേൾക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നാമം ജപിക്കാൻ പറ്റിയില്ല, നോ പ്രോബ്ലം, ഭഗവാൻ നോക്കിക്കോളും അവരുടെ കാര്യം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവണം. എങ്ങനെ മരണം എങ്ങനെയായാലും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ നോക്കിക്കോളും, അല്ലെങ്കിൽ ഭഗവാൻ വേണ്ടത് ചെയ്യും എന്ന് പറയാനുള്ള ക്രൈറ്റീരിയ, അതിലേക്ക് ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഭഗവാൻ നമ്മുടെ കാര്യം നോക്കും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരുടെ കാര്യം നോക്കുന്നുണ്ട്. പക്ഷേ ആത്മാർത്ഥപരമായിട്ട് പരീക്ഷിത് മഹാരാജനെ പോലെ ആത്മാർത്ഥതയോടുകൂടി ആരാണോ ഭക്തി സേവനങ്ങൾ നല്ല സമയത്ത് ചെയ്യുന്നത്, ആരോഗ്യമുള്ള സമയത്ത് ചെയ്തു പോകുന്നത്, അങ്ങനെയുള്ളവർക്ക് സക്സസ് ഉണ്ടാവും, ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. നമ്മുടെ മരണ സമയത്ത് യം വാപി സ്മരൺ ഭാവൻ ത്യജതന്തേ കലേവരം അന്തകാലേച്ച മാമയവ സ്മരൺ മുക്ത കലേവരം, എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഭയം നമുക്ക് ആവശ്യമില്ല. ആ സമയത്ത് ഓർത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള ഭയം വേണ്ട. നമ്മൾ ഇപ്പോഴത്തെ കാര്യം നോക്കുക, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇത് ഭക്തി സേവനങ്ങൾ ചെയ്യുക, ഇത്ര മാത്രം ചെയ്താൽ മതി. മരണം എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ആ സമയത്ത് സ്മരണ ഉണ്ടാവില്ലേ, ഈ ടെൻഷൻ നമുക്ക് അതൊരു ടെൻഷനാണ്, ശരിയാണ്. പക്ഷേ ആ ഒരു ടെൻഷൻ നമ്മൾ ഭഗവാന് പൂർണ്ണമായിട്ടും എല്ലാം സമർപ്പിച്ചാൽ ആ ടെൻഷനും ഇല്ലാതെയോ. ആളുകൾക്ക് ഉള്ള ഭയം, മരിക്കാനുള്ള ഭയം, ഭക്തർക്ക് മരിക്കാനുള്ള ഭയമല്ല ഉള്ളത്. അവരുടെ ഭയം മരണസമയത്ത് ഭഗവാനെ ഓർക്കുമോ എന്നുള്ളതാണ് ഭയം. അപ്പോൾ അതൊരു ഭയമാണ്. പക്ഷെ എന്നാലും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പൂർണ്ണമായും ശരണം പ്രാപിച്ചിട്ടുള്ളൊരു വ്യക്തിക്ക് അതൊരു വിഷയമല്ല. ആശ്ലീഷേവാപാദരതാം പിനഷ്ടുമാം അദർശനാൻ മർമഹതാം കരോതുവ യഥാ തഥാ വാപി തഥാ തുലം പടോ മത് പ്രാണനാദസ്തു സ ഏവനപറ. എന്ത് സംഭവിച്ചാലും ഭഗവാനെ, ഞാൻ അങ്ങയുടെ ശരണം പ്രാപിച്ച ഭക്തനാണ്, അങ്ങ് എന്താണെങ്കിലും ചെയ്തോളൂ. അതാണ്. ഓക്കെ, ശ്ലോകം 43. കൃഷ്ണേ സുധാമോപഗതേ ധർമ്മജ്ഞാനാദിഭിः സഹ കലൗ നഷ്ടാദൃശാമേഷ പുരാണാർക്കോ അധുനോദിത. മനോഹരമായിട്ടുള്ള ശ്ലോകം. യെസ്, ശ്ലോകം വായിക്കാം. ഗീതാ മുരളി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണേ സ്വധാമോ ഉപഗതേ ധർമ്മജ്ഞാനാദിഭിः സഹ കലൗ നഷ്ടദൃശാമേഷ പുരാണോർക്കോ അധുനോദിത. വർത്തനം ബൈ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ധർമ്മം, വിജ്ഞാനം തുടങ്ങിയവയുടെ അകമ്പടിയോടെ സ്വധാമത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രയാണം ചെയ്ത ഉടൻ തന്നെ അത്യുജ്വലമായ സൂര്യ തേജസ്സോടെ ശ്രീ ഭാഗവത പുരാണം ആവിർഭവിച്ചു. ഈ കലിയുഗത്തിൽ അജ്ഞതയുടെ കടും അന്ധകാരത്താൽ കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് ഈ പുരാണം പ്രകാശമേകും. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആ ഒരു ഉദയത്തെക്കുറിച്ച് പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് ലീലകൾ അവസാനിപ്പിച്ച് പോയതിന് ശേഷം കലിയുഗം തുടങ്ങാൻ പോകുന്നു അല്ലേ. കലിയുഗത്തിൻ്റെ അല്ലെങ്കിൽ ദ്വാപരയുഗത്തിൻ്റെ അവസാന ഭാഗത്താണ് ഭഗവാന്റെ അവതാരം ഉണ്ടായിട്ടുള്ളതൊക്കെ. കലിയുഗം ആരംഭിക്കുന്നു. അപ്പോൾ ഭഗവാൻ പോയതിൻ്റെ കൂട്ടത്തിൽ ധർമ്മവും ജ്ഞാനവും എല്ലാം കൂടെ പോയി. അപ്പോൾ ഇവിടെയുള്ള കലിയുഗത്തിലെ ആളുകൾക്ക് കാഴ്ചയില്ലാത്തൊരവസ്ഥയായി. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ അവിടെ പോയി തിരിച്ച് അദ്ദേഹം ശ്രീമദ് ഭാഗവതമായിട്ട് വീണ്ടും ഉദിക്കുന്നു. കോടിക്കണക്കിന് സൂര്യ തേജസ്സോടുകൂടി ശ്രീമദ് ഭാഗവത രൂപത്തിൽ അദ്ദേഹം ഉദിക്കുന്നു. അങ്ങനെ കലിയുഗത്തിലുള്ള നമുക്കെല്ലാവർക്കും വെളിച്ചം പകർന്നു തരുന്നു ഭാഗവതം. അപ്പോൾ ഭാഗവതമാണ് നമ്മുടെ ലൈറ്റ്, ടോർച്ച്. നമ്മളെ ഈ ഒരു ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മലോകത്തിലേക്ക് എത്തിക്കാനുള്ള ആ വഴി കാണിച്ചു തരുന്ന ടോർച്ചാണ്, സൂര്യനാണ് ശ്രീമദ് ഭാഗവതം. ഇപ്പോൾ ഭഗവാൻ തിരിച്ചു പോയതിനു ശേഷം വീണ്ടും അവതരിച്ചതാണ് നമ്മളെല്ലാവർക്കും വേണ്ടി. അതാണ് പറയുന്നത്. ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ ഈ ഒരു എക്സ്പ്ലനേഷനെ വേറെ രണ്ട് രീതിയിൽ, ഒന്ന് ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു മീനിങ്, ഒരു മീനിങ് കൂടെയുണ്ട്. അതായത് ഭഗവാൻ കൃഷ്ണൻ
ഇവിടെ സ്വധാമത്തിലേക്ക് മടങ്ങി എന്ന് പറയുന്നുണ്ട്. ഇവിടെ സ്വധാമം എന്ന് പറയുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വധാമത്തിൽ നിന്ന് മടങ്ങി എന്നാണ് പറയുന്നത്. അതായത് സ്വധാമത്തിൽ നിന്ന് പോയി, അതായത് ദ്വാരകയിൽ നിന്ന് അദ്ദേഹം ലീലകൾ അവസാനിപ്പിച്ച് പോകുന്നു. ഉപഗത എന്ന് പറഞ്ഞാൽ അതിനുശേഷം അദ്ദേഹം പ്രഭാസ ക്ഷേത്രത്തിലെത്തുന്നു. പിന്നെ അവിടെ നിന്ന് അദ്ദേഹം തിരിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡീറ്റെയിലും കൂടെ അദ്ദേഹം പറയുന്നു. ഈ ഡയറക്റ്റ് മീനിങ്ങിൽ പ്രഭുപാദ അത് പറയുന്നില്ല. എന്നാൽ ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. ഇങ്ങനെയൊരു എക്സ്പ്ലനേഷൻ കൂടെയുണ്ട്. അതായത് സ്വധാമത്തിൽ നിന്ന് അദ്ദേഹം അതായത് അവിടെ നിന്ന് അദ്ദേഹം ഉപഗത എന്ന് പറഞ്ഞാൽ എത്തുന്നു. എവിടെ എത്തുന്നു? പ്രഭാസ ക്ഷേത്രത്തിലെത്തുന്നു. പിന്നെ പ്രഭാസ ക്ഷേത്രത്തിലാണ് ഭഗവാന്റെ അവസാനത്തെ ലീല നടക്കുന്നത്. നമുക്കറിയാം, ഉദ്ധവരെ കാണുന്നതും മൈത്രേയ ഋഷിയെ കാണുന്നതും ഒക്കെ അല്ലേ. അവിടെ നിന്നാണ് പിന്നീട് ഭഗവാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഒരു കാര്യം കൂടെ പറയുന്നത്, ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ സൂര്യനാണ്. നമ്മളെല്ലാവർക്കും അറിയാം. നമ്മുടെ ചൈതന്യചരിതാമൃതത്തിലുള്ള ശ്ലോകമുണ്ട് അല്ലേ, കൃഷ്ണ സൂര്യ സമ മായ അന്ധകാര ജഹാ കൃഷ്ണ തഹാനൈ മായര അധികാർ. ഇപ്പോൾ കൃഷ്ണ സൂര്യ സമമാണ്. കൃഷ്ണനുള്ള സമയത്ത് മായ അല്ലെങ്കിൽ അന്ധകാരമില്ല. അപ്പോൾ അന്ധകാരം സൂര്യൻ ഉദിക്കുമ്പോൾ അന്ധകാരത്തിന് പ്രസക്തിയില്ല അല്ലേ. എന്നാൽ സൂര്യൻ ഇല്ലാത്ത സമയത്തും അന്ധകാരമാണ്. അപ്പോൾ കൃഷ്ണനെ പല സ്ഥലങ്ങളിൽ പുരാണങ്ങളിലും ഈവൻ ഭാഗവത്തിൽ തന്നെ കൃഷ്ണ ദ്യൂമണി നിമോല വേറെ മൂന്നാമത്തെ സ്കന്ധത്തിലൊരു ശ്ലോകത്തിലും ഭഗവാൻ കൃഷ്ണനെ വിദുര മഹാത്മാ സൂര്യനായിട്ട് പറയുന്നുണ്ട്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ നമ്മുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാവർക്കും വെളിച്ചം പകർന്നു തരുന്ന സൂര്യനാണ്, സൂര്യനെ പോലെയാണ് എന്നുള്ളത് ഒരു ഉപമയുണ്ട്. ഭാഗവത്തിൽ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ പല സ്ഥലങ്ങളിലും ഭഗവാനെ സൂര്യനായിട്ട് ഉപമിക്കുന്നു. കാര്യം വേറെ ഒന്നുമല്ല, അന്ധകാരത്തെ മാറ്റി വെളിച്ചം പകർന്നു തരുന്നു എന്നുള്ളതാണ് അതിൽ നിന്നുള്ള ഉദ്ദേശം. അപ്പോൾ ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണൻ സൂര്യനാണ്, സൂര്യസമമാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ അദ്ദേഹം തിരിച്ചു പോയതിന് ശേഷം ഒരു സൂര്യൻ തിരിച്ചു പോകുന്നു, അടുത്ത സൂര്യൻ ഉദിക്കുന്നു. അപ്പോൾ കൃഷ്ണനാവുന്ന സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അദ്ദേഹം സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ അതേ കൃഷ്ണൻ തന്നെ ഭാഗവത രൂപത്തിൽ അടുത്ത സൂര്യനായിട്ട് അടുത്ത ദിവസം പുറത്തു വരുന്നു. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ അദ്ദേഹം പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ശ്ലോകം പറയുകയാണെങ്കിൽ ആറാമത്തെ ചോദ്യം, ഇതൊരു ചോദ്യമായിരുന്നു സൂതഗോസ്വാമിയോട്. അതായത് എവിടെയാണ് ഭഗവാൻ പോയതിനു ശേഷം ധർമ്മവും ജ്ഞാനവും ആരെയാണ് ശരണം പ്രാപിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ശ്രീമദ് ഭാഗവതത്തിലാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ധർമ്മത്തെ, ജ്ഞാനത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും എല്ലാം അടങ്ങിയിരിക്കുന്നു. എല്ലാം ഉണ്ട് ഇതിൽ, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതത്തിൽ. അതാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം. അപ്പോൾ ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ പറ്റുന്ന, നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഈ ശ്ലോകം. അപ്പോൾ എല്ലാവർക്കും കാണാതെ പഠിക്കേണ്ട ഒരു ശ്ലോകമാണ്. ഭാഗവത മഹാത്മ്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ശ്ലോകം പറഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഈ ശ്ലോകമെങ്കിലും പറഞ്ഞാൽ നമുക്ക് പറയാം. കാര്യം സൂര്യനെ പോലെ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു. ധർമ്മവും ജ്ഞാനവും ഭഗവാന്റെ കൂടെ പോയപ്പോൾ നമ്മുടെ കലിയുഗത്തിലെ ആളുകൾക്ക് വെളിച്ചം പകർന്നു തരാൻ വേണ്ടി സൂര്യനായി ഭാഗവതം ഉദിക്കുന്നു. അതാണ് ഈ ശ്ലോകം പറയുന്നത്. ഓക്കെ, അവസാനത്തെ ശ്ലോകം, തത്ര കീർത്തയതോ വിപ്രാശേർഭൂരി തേജസഃ അഹം ചാദ്യാഗമം തത്ര നിവിഷ്ടസ് തദ് അനുഗ്രഹാത് സോഹം വാ ശ്രാവയിഷ്യാമി യഥാദീതാം യഥാമതി. ഓക്കെ, ശ്ലോകം വായിക്കും. ജി കെ നായർ പ്രഭു വായിക്കൂ. ഹരേകൃഷ്ണ പ്രഭു. യെസ് പ്രഭു. ഹരേകൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 44. തത്ര കീർത്തയതോ വിപ്രർഷേർഭൂരി തേജസഃ അഹം ചാദ്യഗമം തത്ര നിവിഷ്ടസ്തദനുഗ്രഹാത് സോഹം വാ ശ്രാവയിഷ്യാമി യഥാതീതം യഥാമതി. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ
പണ്ഡിത ബ്രാഹ്മണരെ സുഖദേവ ഗോസ്വാമി അവിടെ പരീക്ഷിത മഹാരാജാവിന്റെ സാന്നിധ്യത്തിൽ ഭാഗവതം വർണ്ണിച്ചപ്പോൾ അതീവ ശ്രദ്ധയോടെ ഞാൻ അദ്ദേഹത്തിൽ നിന്നും ശ്രവിച്ചു. അവിധം അദ്ദേഹത്തിന്റെ കൃപയാൽ ആ ശ്രേഷ്ഠനും പ്രഭാവശാലിയുമായ ഋഷിവര്യനിൽ നിന്നും ഞാൻ ഭാഗവതം അഭ്യസിച്ചു. ഇപ്പോൾ അതേ വിഷയത്തെ അദ്ദേഹത്തിൽ നിന്നും ശ്രവിച്ച അതേ പ്രകാരത്തിലും ഞാൻ അതിനെ സാക്ഷാത്കരിച്ച വണ്ണവും നിങ്ങൾക്ക് ശ്രവണവേദ്യമാക്കാൻ ഉദ്യമിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഇവിടെ മനോഹരമായിട്ടുള്ള ശ്ലോകം, ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക്, അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൂത ഗോസ്വാമി പറയുന്നു, ശുകദേവ് ഗോസ്വാമി പരീക്ഷിത്ത മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരുപാട് ഭക്തരുണ്ടായിരുന്നു, ഋഷിവര്യന്മാരുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. സൂത ഗോസ്വാമി പറയുകയാണ്, അപ്പോൾ ഞാനും ശുകദേവ് ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് ഭാഗവതം കേട്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഞാനത് കേട്ടു എന്ന്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്. ഭാഗവതം എങ്ങനെയാണ് കേൾക്കേണ്ടതെന്ന് പറയുന്നത്, നിവിഷ്ട, വളരെ അറ്റൻറ്റീവായിട്ട്. അപ്പോൾ പരീക്ഷിത്ത മഹാരാജാവ് എങ്ങനെയാണോ കേട്ടിട്ടുള്ളത് അതേപോലെ തന്നെയാണ് സൂത ഗോസ്വാമിയും അനങ്ങാതെ വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം ഭാഗവതം കേൾക്കുന്നു ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന്. പിന്നീട് അദ്ദേഹം പറയുന്നു, മനോഹരമാണ്, അദ്ദേഹം പറയുന്നു, അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ട്, ആരുടെ കൃപ കൊണ്ട്, ഗുരുവായിട്ടുള്ള ശുകദേവ് ഗോസ്വാമിയുടെ മഹാകൃപ കൊണ്ട് ഞാൻ ഭാഗവതം പഠിക്കുന്നു. ഞാൻ ഇപ്പോൾ ആ പഠിച്ച ഭാഗവതം നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നു, പറയാൻ പോകുന്നത് എങ്ങനെയാണ്, ശ്രാവിഷ്യാമി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, കേൾപ്പിച്ചു തരാം. പക്ഷേ എങ്ങനെയാണ്, യഥാ അതീതം യഥാമതി, യഥാ അതീതം യഥാമതി. അതായത് എത്രമാത്രമാണോ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രമാത്രമാണോ എനിക്ക് റിയലൈസ് ആയിട്ടുള്ളത്, അത് ഞാൻ പറയാൻ പോകുന്നു. മുഴുവനും അദ്ദേഹത്തിന് മനസ്സിലായെന്ന് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ സൂത ഗോസ്വാമിയുടെ ആ ഒരു വിനയം നമുക്കിതിൽ കാണാം. സൂത ഗോസ്വാമി പറഞ്ഞു, എന്താണോ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ തിരിച്ചറിഞ്ഞത്, അത് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നു. ഈ ഒരു ഭാവത്തിലാണ്, വളരെ വിനയത്തോട് കൂടിയിട്ടാണ് സൂത ഗോസ്വാമി ഇത് പ്രസൻറ്റ് ചെയ്തത്. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം ഇങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ചില ശ്ലോകത്തിൽ പല വാക്കുകളും ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഓർത്താൽ നല്ലതാണ്. ഇങ്ങനെയുള്ളത് യഥാ അതീതം യഥാമതി, എത്രമാത്രം. അപ്പോൾ നമ്മൾ ഭാഗവതം പഠിപ്പിക്കുന്ന ആൾക്കാർ, ഭാഗവതം പറയുന്ന പ്രചരണം അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഓർക്കാവുന്ന ഒരു കാര്യം യഥാതീതം യഥാമതി. ഞാൻ എന്താണോ എൻ്റെ ഗുരുവിൽ നിന്ന് കേട്ടിട്ടുള്ളത്, കേട്ട കാര്യം ഞാൻ ഇവിടെ അതേപോലെ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് പൂർണ്ണമല്ല, എനിക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ അവരുടെ കൃപ കൊണ്ട്, എൻ്റെ ഗുരുവിൻ്റെ കൃപ കൊണ്ട്, അത് ഞാനിവിടെ വിനയത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നോക്കുന്നു. അപ്പോൾ നോക്കൂ, എത്ര മനോഹരമാണ് ആ ഒരു പ്രസൻറ്റേഷൻ. ഇങ്ങനെയാണ് ശുകദേവ് ഗോസ്വാമി ഇവിടെ പറയുന്നത്, സൂത ഗോസ്വാമി പറയുന്നത്. പ്രഭുപാദ് പറയുന്നു, ശുകദേവ് ഗോസ്വാമിയെ പോലെയും സൂത ഗോസ്വാമിയെയും പോലുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തരിൽ നിന്ന്, അങ്ങനെയുള്ള ആ ഒരു ഭാവമുള്ള ഭക്തരിൽ നിന്നായിരിക്കണം നമ്മൾ ശ്രീമദ് ഭാഗവതം കേൾക്കേണ്ടത്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പ് ഓഫ് ആൾക്കാരിൽ നിന്നല്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ, അപ്പോൾ പ്രഭുപാദ് ഒരു കാര്യം കൂടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് ഭാഗവതം നമ്മൾ റിസീവ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അതായത് വളരെ ശ്രദ്ധയോടുകൂടി, എങ്ങനെയാണ് സൂത ഗോസ്വാമി കേട്ടത്, ശ്രദ്ധയോടുകൂടി, അതേപോലെ അത് കേട്ട ആരിൽ നിന്ന് കേട്ടു ആ വ്യക്തി വരിഷ്ഠനാണ്. സൂത ഗോസ്വാമിയുടെ ക്വാളിറ്റി ഉണ്ട്, ശുകദേവ് ഗോസ്വാമി ക്വാളിറ്റി ഉണ്ട്. പറയുന്ന ആൾ ശ്രേഷ്ഠനാണ്, കേൾക്കുന്ന ആൾ വളരെ ശ്രദ്ധയോടുകൂടി അത് കേട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം റിയലൈസ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ അദ്ദേഹം അത് റിയലൈസ് ചെയ്യുന്നു, പറ്റുന്ന പോലെ അത് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർക്കാവുന്ന കാര്യങ്ങളാണ്. ഇതാണ് പ്രഭുപാദ് പറയുന്നത്, ഭാഗവതം മനസ്സിലാക്കുവാനുള്ള സീക്രട്ടാണ് ഇത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വരിഷ്ഠരിൽ നിന്ന് കേൾക്കുമ്പോൾ, ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കുമ്പോൾ, ഓരോ വരിയിലും ഭഗവാന്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാവുമെന്നാണ് പ്രഭുപാദ് പറയുന്നത്. ഇതാണ് ഭാഗവതം പഠിക്കേണ്ട രീതി, അല്ലെങ്കിൽ ഭാഗവതത്തിന് മനസ്സിലാക്കേണ്ട സീക്രട്ട് ഇതാണെന്ന് പറയുന്നു. സോ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും
ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അല്ല ആചാര്യന്മാരുടെയും പ്രഭുപാദിൻ്റെയും മറ്റുള്ള ആചാര്യന്മാരുടെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹം ഉണ്ടായാൽ നമുക്കും ആ ഒരു ഭാവത്തോടു കൂടി പ്രഭുപാദ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ആ ഒരു ഭാവത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊണ്ട് നമുക്കും തിരിച്ചറിവുകൾ ഉണ്ടാവട്ടെ. തിരിച്ചറിവുകൾ നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നു. കൂട്ടത്തിൽ നമ്മൾ കേൾക്കുന്നത് പോലെ മറ്റുള്ളവർക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ യഥാതീതം യഥാമതി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു സത്സംഗം അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കാം. അപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭാഗവതത്തിൻ്റെ പരമ്പര നമുക്ക് കാണാം. വ്യാസദേവനിൽ നിന്ന് ശുകദേവ് ഗോസ്വാമി, ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് മഹാരാജ് പരീക്ഷത്ത്, ഇനി ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് സൂത ഗോസ്വാമി, സൂത ഗോസ്വാമിയിൽ നിന്ന് നൈമിഷാരണ്യത്തിലുള്ള അവിടെ ഋഷിവര്യന്മാർ. അപ്പോൾ അങ്ങനെ 2 പരമ്പര കാണുന്നുണ്ട്. ഇത് എല്ലാം ഭാഗവതം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പം നമ്മുടെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ വ്യാസദേവൻ ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്ത സമയത്ത് അദ്ദേഹം ഇതെല്ലാം ഉൾപ്പെടുത്തി എല്ലാം ഉൾപ്പെടുത്തി അതിൽ. അത് വ്യാസദേവൻ ശുകദേവ് ഗോസ്വാമി മഹാരാജ് പരീക്ഷത്തിൻ്റെ പരമ്പരയും അങ്ങനെ ആ കോൺവെർസേഷൻ ഭാഗവത്തിൽ വരുന്നുണ്ട്. ശുകദേവ് ഗോസ്വാമി, സൂത ഗോസ്വാമി, നൈമിഷാരണ്യത്തിലെ ഋഷിവര്യന്മാരും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനും ഇവിടെ പറയുന്നു. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മഹാ അനുഗ്രഹമാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റാണ്, വ്യാസദേവൻ്റെ പ്രസൻറ്റേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ശ്രീമദ് ഭാഗവതം. യെസ്, നമ്മൾ ഇത്രയും നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കി ഭഗവാന്റെ കൃപ കൊണ്ട്. അപ്പോൾ 6 ചോദ്യങ്ങളുടെയും ഉത്തരം ചെറിയ രീതിയിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 1 എല്ലാ ശ്രേയസ്കരമായിട്ടുള്ള കാര്യം, അതേപോലെ തന്നെ ചോദ്യമായിരുന്നു എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ പഠിച്ചു. ഭക്തിയുത സേവനങ്ങളെക്കുറിച്ച് അതിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം ബേസിക്കലി ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെയും 2ൻ്റെയും ഉത്തരം ഭക്തിയാണ്, മെയിൻ തീം. പിന്നീട് ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, പുരുഷ അവതാരങ്ങളെക്കുറിച്ച്, ലീലാവതാരങ്ങളെക്കുറിച്ചൊക്കെ 3, 4, 5 ചോദ്യങ്ങളിൽ. അപ്പോൾ ഭഗവാന്റെ ആ ഒരു അവതാരങ്ങളെക്കുറിച്ചുള്ള ഒരു തീമാണ് അവിടെ ഉള്ളത്. 6ാമത്തെ ചോദ്യം വരുന്നത് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാൻ പോയതിന് ശേഷം എവിടെയാണ് ധർമ്മമുള്ളത് എന്നുള്ളത്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട്, ശ്രീല പ്രഭുപാദിൻ്റെ കൃപ കൊണ്ട് 3ാമത്തെ അധ്യായം നമ്മൾ പൂർത്തിയാക്കി. അനന്ത പത്മനാഭ സ്വാമി കി ജായ്, ജഗദ്ഗുരു ശ്രീല പ്രഭുപാദ് കി ജായ്, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജായ്, ഗൗഡീയ ഗുരുവൃന്ദ കി ജായ്, സമവേദ ഗൗര ഭക്തവൃന്ദ കി ജായ്, നിതായ് ഗൗര പ്രേമാനന്ദേ ജയ് ജയ് ശ്രീ രാധേ ശ്യാം. താങ്ക് യു. ഹരി ബോൾ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് സംശയം ചോദിക്കാൻ സമയമില്ല, പ്രഭുജിക്ക് അത്യാവശ്യം ഒന്ന് പറഞ്ഞു. സോ പ്രഭുജിയോട് ആദരപൂർവ്വം നമ്മൾ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ. वैष्णव्यो नमो नमः. अनेक कोटि वैष्णव वृंद की हरिनाम संकीर्तन यज्ञ की हरे कृष्णा महामंत्र के शिल प्रभुपाद के जय. श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. എല്ലാ ഭക്തരോടും നന്ദി പറയുന്നു. ഒരുപാട് നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം. ചോദ്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും കൃപ കൊണ്ട്, ഭഗവാന്റെ കൃപ കൊണ്ടും ആദികർത്ത പ്രഭുവിൻ്റെ ആ ഒരു ഭാഗവതം പഠിക്കാനും ഉള്ള അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഉത്സാഹവും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരുപാട് നന്ദി. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ ഒരു പഠനം കുറച്ച് നല്ല രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സെക്ഷൻ എങ്ങനെയാണ്, ഫ്ലോ എങ്ങനെയാണ്, ശ്ലോകങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതേ കൂട്ടത്തിൽ നമ്മുടെ ആചാര്യന്മാരുടെ അവർ പറയുന്ന കാര്യം, എക്സ്ട്രാ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഗുണമുണ്ടാവുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഗീത മാതാജിക്ക് ചെറിയ സംശയം, പെട്ടെന്ന് പറയൂ. പ്രഭു, ഈ ശുകദേവ ഗോസ്വാമി പരീക്ഷത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ സൂത ഗോസ്വാമി സ്വാമിയും കൂടെ കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, അതാണ് ആ സഭയിലുണ്ടായിരുന്നു. അതാണ്. ശരി. ഹരേ കൃഷ്ണ.
हरे कृष्णा. താങ്ക് യു. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവ ശില പ്രഭുപാദിക്ക്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ 4-ാമത്തെ അധ്യായം ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ ആരംഭിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരി ബോൾ.